അങ്ങനെ ട്രെയിൻ കയറി ഞങ്ങൾ എത്തിയത് ബോറോ മാർക്കറ്റിലാണ്. ലണ്ടനിൽ തന്നെ ഫേമസ് ആയിട്ടുള്ളൊരു മാർക്കറ്റാണ് കേട്ടോ ബോറോ മാർക്കറ്റ്. എന്താ വെച്ചാൽ ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഓഫ് ഫുഡ് ഡിഫറെൻറ്റ് കൺട്രീസിൻ്റെ നമുക്കവിടെ ട്രൈ ചെയ്യാൻ പറ്റും. അപ്പോൾ അതൊക്കെ ട്രൈ ചെയ്യാൻ വന്നിരിക്കുന്ന ആൾക്കാരുടെ തിക്കും തിരക്കുമായിരിക്കും ഇതെപ്പോഴും മാർക്കറ്റ് ഫുള്ള്. പലപ്പോഴും ഞാനിവിടെ വന്നിട്ടും എനിക്ക് മേടിക്കാൻ പറ്റാതെ പോയൊരു സാധനം ഉണ്ടായിരുന്നു, ഒരു വലിയ ക്യൂ കാരണം. അതാണ് സ്ട്രോബെറി ചോക്ലേറ്റ്. അപ്പോൾ ആ സാധനം മേടിക്കാനാണ് ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത്. അത് വലിയ സംഭവമൊന്നുമല്ല കേട്ടോ. ഒരു കപ്പിനകത്ത് കുറേ സ്ട്രോബെറീസ് വെച്ചിട്ട് മെൽറ്റഡ് ചോക്ലേറ്റ് മിക്സ് ചെയ്ത് തരും. അപ്പോൾ അതെന്താ, അതിൻ്റെ ടേസ്റ്റ് എങ്ങനെയാണെന്നൊക്കെ ഒന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇന്ന് ട്രൈ ചെയ്യാൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഞാനും എൻ്റെ ഹസ്ബൻഡും ഓരോ കപ്പ് വെച്ച് മേടിച്ചു. എൻ്റെ ഹസ്ബൻഡിന് അത് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. മുഖം കണ്ടാൽ അറിയാമല്ലോ. പക്ഷേ എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. ഒരു ഓക്കെ ആയിരുന്നു. ബിക്കോസ് സ്ട്രോബെറിയും കൊള്ളാം, ചോക്ലേറ്റും കൊള്ളാം. എനിക്കത് കുറച്ചും കൂടെ സെപ്പറേറ്റ് കഴിക്കുന്നതാണെന്ന് തോന്നുന്നു എനിക്ക് കുറച്ചും കൂടെ ഇഷ്ടം. അപ്പോൾ രണ്ടാമത് നമ്മൾ ഒരു നോർത്ത് ഇന്ത്യൻ കടയിൽ കയറിയിട്ട് പാവ് ബജി അങ്ങനെ എന്തോ ഒരു സംഭവം ട്രൈ ചെയ്തു. നമ്മൾ നേരത്തെ കഴിച്ചിട്ടുള്ള സാധനം തന്നെയാണ്. ജസ്റ്റ് കണ്ടപ്പോൾ അതൊന്ന് ട്രൈ ചെയ്യാൻ തോന്നി. ഞങ്ങളങ്ങനെ ആ ഒരു ഡിഷും കൂടെ ട്രൈ ചെയ്തു. അത് മേടിച്ചിട്ട് നമ്മളിത് ഈ ക്രൗഡിൻ്റെ കൂടെ വന്നിരുന്ന് കഴിക്കാൻ തുടങ്ങി. ഇതൊരു ഭയങ്കര രസമാണ് കേട്ടോ. ഇങ്ങനെ ഒരു ക്രൗഡിൻ്റെ കൂടെ നമ്മളിങ്ങനെ പല രാജ്യക്കാരായിരിക്കും, പലതരത്തിലുള്ള ഫുഡായിരിക്കും അവർ ട്രൈ ചെയ്യുന്നത്. അപ്പോൾ അവരുടെ കൂടെ ഇരുന്ന് കഴിക്കാൻ നല്ല രസമാണ്. പിന്നെ ഈ ഫുഡൊക്കെ കഴിച്ചതിൻ്റെ ക്ഷീണം തീർക്കാൻ വേണ്ടി ഒരു മാംഗോ ഷേക്കും കൂടെ ഓർഡർ ചെയ്തു. എൻ്റെ ഹസ്ബൻഡ് ഭയങ്കര ഒരു മാംഗോ ഫാനാണ്. മാംഗോയുടെ എന്ത് ഐറ്റം കിട്ടിയാലും പുള്ളി വിടത്തില്ല. സോ ഞാനത് ഓർഡർ ചെയ്ത് ഫസ്റ്റ് പുള്ളിക്കാണ് കൊടുത്തത്. പിന്നെ കുറേ നേരം കൂടെ ഞങ്ങൾ അവിടെയൊക്കെ ചുറ്റി തിരിഞ്ഞിട്ട് പതുക്കെ മാർക്കറ്റിൽ ഞങ്ങൾ ഇറങ്ങി.